ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം ഈസ് നോർമൽ. അതാണ് നോർമൽ, ശരാശരി. ഇനി അതാണ് സാധാരണ. നേരത്തെയൊക്കെ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം, ചുഴലിക്കാറ്റ്, സുനാമിയൊക്കെയാണ് അബ്നോർമലായി വരികയും അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കുകയും സാധാരണ ജീവിതം നോർമലുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ തിരിച്ചാണ്. പ്രളയവും ദുരന്തങ്ങളും ഉരുൾപൊട്ടലുമാണ് നോർമൽ. ബാക്കിയുള്ള വസന്തകാലം, നല്ല കാലം അബ്നോർമലാണ്. കുറച്ചു കാലമേ കാണുള്ളൂ. അപ്പോൾ വർഷങ്ങളുടെ കണക്കെടുത്താൽ ചിലപ്പോൾ ചില വർഷങ്ങളിൽ പ്രളയമേ കാണില്ല, വലിയ വരൾച്ചയായിരിക്കും. ചില വർഷങ്ങളിൽ വരൾച്ചയെ കാണൂല, വലിയ പ്രളയമായിരിക്കും. ചില വർഷങ്ങളിൽ രണ്ടും കാണൂല, പക്ഷെ തൊട്ടടുത്ത വർഷം ഏതെങ്കിലും ഒന്ന് കാണും. ഇതൊരു ചാക്രിക വ്യവസ്ഥയായി മാറി ഒരു നോർമാലിറ്റിയിലേക്ക്, ഒരു നോർമലിലേക്ക് വന്നിരിക്കുകയാണ് കേരളം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദുരന്തമാണ് കേരളത്തിൻ്റെ നോർമൽ. ഡിസാസ്റ്റർ ഈസ് ദ നോർമൽ സിറ്റുവേഷൻ ഓഫ് കേരള. ഇതാണ് നോർമൽ കേരളത്തിൻ്റെ. കാരണം കേരളം മാറിക്കഴിഞ്ഞു. നമ്മൾ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, പിന്നെ തർക്കമില്ല. കാട് മുതൽ കടൽ വരെ, അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ച ശരിയല്ല, ഇങ്ങനെ കാണിക്കണം. കാട് മുതൽ കടൽ വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നമ്മൾ ചെയ്തു കൂട്ടിയ പാതകങ്ങൾ ചെറുതല്ല. കാടെടുത്ത് നോക്കൂ. 500 വർഷത്തെ കാട് വെട്ടലിൻ്റെ കഥ, 500 വർഷത്തെ കഥയുണ്ട്. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്ത് നിന്ന് തുടങ്ങി അത് ചെറുതായിട്ടേ ഉള്ളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ അതിൻ്റെ സംഹാര താണ്ഡവമാടി നമ്മൾ വരെ എത്തി നിൽക്കുമ്പോൾ കുടിയേറ്റക്കാരുമുണ്ട്, കയ്യേറ്റക്കാരുമുണ്ട്. കുടിയേറ്റക്കാർ അവിടെ താമസിച്ചോട്ടെ, സാധാരണക്കാരാണ്. കയ്യേറ്റക്കാരെന്തിനാണ് അവിടെ നിൽക്കുന്നത്? അവരെ ഇറക്കി വിടണം. അടിയന്തരമായിട്ട് കയ്യേറ്റക്കാർ ഇറക്കി വിടണം. പറ്റുമോ? പ്രളയം കുറയും, പ്രളയത്തിൻ്റെ ദുരന്തം കുറയും. പ്രളയം കുറയില്ല, പ്രളയത്തിൻ്റെ ദുരന്തം കുറയും. അങ്ങനെ കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുന്ന മുതൽ കാട്ടാനയും പന്നിയും കടുവയും പുലിയുമൊക്കെ നാട്ടിൽ ഇറങ്ങുന്നത് മുതൽ, കാട് മുതൽ തുടങ്ങി താഴോട്ട് വന്നാൽ കാടായ കാടൊക്കെ വെട്ടി കുറേ പ്ലാന്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അക്കേഷ്യയുടെയും മാഞ്ചിയത്തിൻ്റെയും മഞ്ഞക്കൊന്നയുടെയും കുറേ പ്ലാന്റേഷൻ ഉണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ അഭിമാനിക്കും കാടുള്ളവരാണെന്ന്. താഴേക്ക് വരുമ്പോൾ ഇടനാട് കുന്നുകൾ, മനോഹരമായ കുന്നുകൾ നമ്മൾ ഇടിച്ചു കളഞ്ഞു. താഴേക്ക് വരുമ്പോൾ വയലുകൾ നമ്മൾ വ്യാപകമായി നശിപ്പിച്ചു. 8 ലക്ഷം ഹെക്ടർ വയലുണ്ടായിരുന്നേ, നെൽകൃഷി ഉണ്ടായിരുന്നേ, അത് 1 ലക്ഷം ഹെക്ടറായി കുറഞ്ഞു. വെള്ളം എവിടെ പോകും? കുളങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു, കാവുകൾ നശിപ്പിച്ചു. കാവുകളോടുള്ളപ്പോൾ കുളങ്ങൾ നികത്തി. എവിടെ പോകും വെള്ളം? നദികൾ നികത്തി, തോടുകൾ നികത്തി, തോടുകൾ ചെറുതാക്കി, തോടുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു. എന്താണ് ചെയ്യേണ്ടത് പ്രകൃതി? ഒന്ന് പറഞ്ഞു തന്നേ. മഴയെ കുറ്റം പറയുന്നതിന് മുമ്പേ ഇതൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഇനിയത്തെ നോർമൽ എന്ന് പറയുന്നത് ഓരോ മഴക്കാലവും ദുരിതപ്പെയ്ത്ത് കാലമായിരിക്കും. മഴ മലയാളിയുടെ പ്രണയമായിരുന്നേ. പ്രണയമഴ എന്നുള്ള പാട്ടുണ്ട് എഴുതിയവരാണെന്നേ നമ്മൾ. പവിഴമഴ, പ്രണയമഴ, എന്തൊരു നൊസ്റ്റാൾജിയായിരുന്നു മലയാളിക്ക് മഴ. വള്ളംകളിയും മഴയുമൊക്കെ മലയാളിയുടെ ആഘോഷമായിരുന്നു. അത് മാറി മാനം കറക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഇടുത്തി വീഴുന്ന നിലയിലേക്ക് കാലവും മാറി, കാലാവസ്ഥയും മാറി, ഭൂപ്രകൃതിയെ നമ്മൾ മാറ്റിയെടുത്തു. നമ്മൾ ഒരുപാട് ചക്കളത്തി പോരാട്ടങ്ങൾ നടത്തും. ഹൈറാർക്കി പറയും, ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹൈറാർക്കി പറയും. ഇൻ്റഗ്രേഷനെ കുറിച്ച് പറയും, ഒരു ഇൻ്റഗ്രേഷനും നടത്തില്ല. മുന്നറിയിപ്പിനെ കുറിച്ച് പറയും, ഒരു മുന്നറിയിപ്പും ജനങ്ങൾ കേൾക്കില്ല. കൊടുത്താലും ജനങ്ങൾ കേൾക്കില്ല. കൊടുക്കുന്നതിലും അപാകത, കേൾക്കുന്നതിലും അപാകത. സമ്പൂർണ്ണ കുഴപ്പമാണെന്നല്ല ഞാൻ ഈ പറയുന്നത്, അങ്ങനെ എടുത്തുകളയരുത് ഈ വീഡിയോ. പക്ഷെ നമ്മളിനി നോർമൽ എന്ന് പറയുന്നത് മലനിരകൾ മുഴുവൻ, അത് ചേമ്പ്രാമലകളായാലും വയനാട്ടിലെ ചേമ്പ്രാമലകളായാലും ഇടുക്കിയിലെ മലകളായാലും തിരുവനന്തപുരത്തെ പൊന്മുടിയായാലും മലനിരകൾ കുടുങ്ങിയിരിക്കുകയാണ്, പഴുത്തിരിക്കുകയാണ്, വെള്ളം കൊണ്ട് മുറിവേറ്റിരിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ അപകടമുണ്ട്. അതുകൊണ്ട് ഇനി കേരളത്തിൻ്റെ നോർമൽ എന്ന് പറയുന്നത് ദുരന്തങ്ങളാണ്. ഡിസാസ്റ്റർ ഈസ് ദ നോർമൽ ഓഫ് കേരള എന്നുള്ള പുതിയ സ്ലോഗൻ നമ്മൾ പഠിക്കണം. വളരെ കൃത്യമായി ഇത് പഠിച്ചേ പറ്റൂ. ഇത് പഠിക്കാതെ മലയാളിക്ക് ഒരു മില്ലിമീറ്റർ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മലയാളിയുടെ പ്രളയവും
ഉരുൾപൊട്ടലുമൊക്കെയാണ് നോർമൽ എന്നുള്ള കാഴ്ചപ്പാടിൽ നമുക്കിനി ജീവിക്കേണ്ടി വരും. അതിനുള്ള സന്നാഹം എത്ര സന്നാഹം ചെയ്യുമോ അതനുസരിച്ച് നമുക്ക് ജീവിക്കാം. വിദേശ രാജ്യങ്ങളിൽ കാറ്റിനെ പ്രതിരോധിക്കാൻ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. വരുന്നവർക്ക് കാണാൻ വീട്ടിലുള്ളവരെ പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ അതിഥികൾ വരികയാണെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ദൂരെ നോക്ക് അതിഥികൾ വരാമല്ലോ. കാറ്റിൻ്റെ ശബ്ദം കേട്ടാൽ ഇടത് വാതിൽ തുറന്നു വെക്കുക, വലത് വാതിൽ തുറക്കരുത്, 2 പാളി ഉണ്ടെങ്കിൽ. വലതുവശത്തെ ജനൽ തുറക്കുക, ഇടതുവശത്തെ തുറക്കരുത്. കാര്യം കാറ്റിന് കടന്നു പോകണം. ചെറിയ കാറ്റ്, കൊടുങ്കാറ്റ് വന്നാൽ പോയി, കഥ മാറി. ഞാനീ പറയുന്നതിലെല്ലാം പ്രളയം, കൊടുങ്കാറ്റ്, സുനാമി, പിന്നെ എന്താണ്, ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഇത് മാറ്റിവെക്കണം. അതൊക്കെ വലിയ പ്രതിഭാസമാണ്. അത് മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഭൂകമ്പം വരുമ്പോൾ വലിയ അലർട്ടാണ് കൊടുക്കുന്നത്. ഒഡീഷയിൽ ഇപ്പോൾ ചുഴലിക്കാറ്റ് വരുമ്പോൾ വലിയ അലർട്ടാണ് കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെയാണ് മാറ്റി പാർപ്പിക്കുന്നത്. നമ്മൾ ഇനി അലർട്ടിനെ കാണാതെ, മുന്നറിയിപ്പിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പഴയതുപോലെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞ് ഒരാളിന് ഇഷ്ടമുള്ള വസ്തുവൊക്കെ വാങ്ങി അതിൻ്റെ നടുക്കൊരു വീട് വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. വീടുകൾ മാറ്റിപ്പണിയേണ്ട, മാറ്റി നിർമ്മിക്കേണ്ട സമയം കഴിഞ്ഞു. റെസിഡൻഷ്യൽ ഏരിയ ഫിക്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അഗ്രികൾച്ചർ ലാൻഡ് ഫിക്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഇതാര് ചെയ്യും, എപ്പോൾ ചെയ്യും എന്നുള്ളതിനനുസരിച്ചാണ് ജീവൻ്റെ നിലനിൽപ്പുകൾ. നമുക്ക് കരയാനറിയാം എപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പരസ്പരം കുറ്റപ്പെടുത്താനറിയാം. മഴ കുറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങില്ല. മഴയത്ത്, പ്രളയ സമയത്തും ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ നമ്മൾ ഇടിച്ചു കൂടി, ആളുകൂടി, പാമ്പ് ചാവൂല എന്ന് പറഞ്ഞിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ആൾ കൂടും അവിടെ, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. എന്നാൽ മഴ ഇപ്പോൾ കുറഞ്ഞല്ലോ. എന്തേ ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല? എന്തേ സംവിധാനം പുറത്തിറങ്ങുന്നില്ല? ഈ നാടൊന്ന് വൃത്തിയാക്കി കളയാം, പുഴയൊന്ന് വൃത്തിയാക്കി കളയാം, പുഴയുടെ നീരൊഴുക്ക് ഇനിയെങ്കിലും ഒന്ന് നേരെയാക്കിയിടാം. അപ്പം നമ്മൾ വിധിക്കപ്പെട്ട ജനതയാണോ? ഇതൊന്നും ഞാൻ ഇവിടെ ഇരുന്നൊരു വീഡിയോയിൽ ഇരുന്ന് പറഞ്ഞതുകൊണ്ട്, ആരെയും കുറ്റം പറഞ്ഞതുകൊണ്ടല്ല. നമ്മൾ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? നോർമൽ കേരള എന്ന് പറയുന്നത് ഇനി ദുരന്തങ്ങളുടെ, ഡിസാസ്റ്റേഴ്സ് കേരളയാണ് നോർമൽ കേരള. നല്ല കാലം എന്ന് പറയുന്നത് അബ്നോർമൽ കാലമാണ്. രോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും കാലമാണ് ഇനി കേരളത്തിൽ നോർമൽ. അത് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ആയുസ് കൂട്ടാം. അല്ലെങ്കിൽ ആയുസ് ചിലപ്പോൾ കിടക്കും. ദുരന്തങ്ങളുടെ ബാധിതരായി നമുക്കിവിടെ അഭയാർത്ഥികളായി മാറാം.